സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ. ആദ്യമായിട്ട് എന്റെ മുമ്പിൽ ഇത്ര ക്യാമറ പ്രതീക്ഷിച്ച വിജയം തന്നെയായിരുന്നോ? ഞാൻ എക്സ്പെക്ട് എന്താ പറയാ, ഞാൻ ഇങ്ങനെ വലിയ ഇതൊന്നും ആവണമെന്ന് വിചാരിച്ചതൊന്നുമല്ല. ഞാൻ എങ്ങനെയാണോ പുറത്തെങ്ങനെയാണോ ഒരു ബെറ്റർ ഒരു വലിയ ഗെയിം പറഞ്ഞ മൈൻഡ് ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ എങ്ങനെയാണോ അതുപോലെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ഇത്ര എന്തോളം എത്തിയത് ഭയങ്കര ബ്ലെസ്സിങ്. എല്ലാവരോടും കടപ്പാട് മാത്രം. സന്തോഷം. ഒരു ഫസ്റ്റ് റണ്ണറപ്പ് ആവുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, എനിക്ക് 100 ദിവസം നിൽക്കണമെന്ന് ഭയങ്കര ടൈറ്റിൽ മാത്രമല്ല, എനിക്ക് ഇവിടെ നിന്നും ഒരു എന്താ പറയാ ഇവിടെ നിന്ന് എനിക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അതിന് വേണ്ടി എനിക്ക് കുറെ ഓഡീഷൻസും കുറെ മോഡലിംഗ് തന്നെ ആക്ടിങ് ആയാലും കുറെ തപ്പിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം എനിക്ക് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിന് എനിക്ക് വന്നു, ഇത്രയും 100 ദിവസം എത്താൻ പറ്റി. ബാക്കിയെല്ലാം ജനങ്ങളും ദൈവം തീരുമാനിക്കുന്ന പോലെ. ഇതൊരു ബിഗിനിങ് ആണെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് ഇതിന്റെ ബിഗിനിങ് ആണ്. ലൈഫിന്റെ സെക്കൻഡ് സ്റ്റേജ് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് ജസ്റ്റ് എ ബിഗിനിങ്. ഫിലിമിലേക്കൊക്കെ ചാൻസ് കിട്ടിയല്ലോ, അതെങ്ങനെയുണ്ട് ആ സന്തോഷം? എന്താ പറയാ, ഭയങ്കര സന്തോഷം. എന്റെ ഡ്രീമാണ് ആക്ച്വലി. ബിഗ് ബോസിന്റെ ഡ്രീം ഉണ്ടായിരുന്നു. ഡ്രീം കഴിഞ്ഞു. ഞാൻ അടുത്ത ഫേസിലേക്ക് കിടക്കും ആക്ടിങ്. അറിയാലോ, ലൈഫ് മീൻസിന് ഒരു ഡ്രീംസ് കാണില്ല. നമ്മൾ ഡ്രീം വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അടുത്ത ഡ്രീമിലേക്ക് എന്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ 100 ഡേയ്സ് അച്ചീവ് ചെയ്തൊരു ഇതുണ്ടായിരുന്നു, വേറൊരു ലോകമാണ്. അത് ഡിഫറെന്റ് പ്ലാനറ്റ് ആണ്. ഡിഫറെന്റ് ഫുൾ ഡിഫറെന്റ് ആണ്. ഞാൻ ബിഗ് ബോസിന്റെ ഒരു ഫാൻ ആയിരുന്നു. അത് കണ്ടിട്ട് അതിനകത്ത് കയറിപ്പോ എന്റെ ഡിഫറെന്റ് ആണ്. സോ ഓക്കെ, എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും ക്യാമറ വേണ്ടി കാണുന്നതായിട്ട് കുറച്ചൊരു ചമ്മലുണ്ട്. ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ എല്ലാവരോടും. ഇതെന്റെ ഫസ്റ്റ് ആണ്. എനിക്കറിയില്ല, ഇപ്പൊ പോയിട്ട് വരുന്ന വഴിയാണ്. സോ നമുക്ക് വഴി എല്ലാവരെയും കാണാം. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഇത്ര ദിവസം നിന്നിട്ട് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പൊ ഇനി ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? പ്ലാൻ എനിക്ക് എന്താ പറയാ, ഞാൻ പ്ലാൻ വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ബിഗ് ബോസ് തന്നെ ഒരു പ്ലാൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഫേസ് ഉണ്ട്. അപ്പൊ ആ ഫേസിലേക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്തു. സോ അതിനത്തേക്ക് എന്റെ ഒരു യാത്ര തുടങ്ങി. ഇല്ല, ടൈറ്റിൽ വിന്നർ ആഗ്രഹിക്കും. വിന്നിങ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ടൈറ്റിലിന് വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കറിയില്ല, ടൈറ്റിൽ ജയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചു. കിട്ടുന്ന ടാസ്ക്, കിട്ടുന്ന സംഭവങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാം. ബാക്കിയെല്ലാം ചെയ്യണമെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്തല്ല എനിക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യേണ്ട. ഓരോ ഡേയ്സ്, ഓരോ വീക്കും, ഓരോ കണ്ടസ്റ്റൻസും ഓരോ ലെസൺസ് ആണ്. സോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. കിട്ടുന്ന ഒരു വൺസ് ഇൻ ലൈഫ് ഓപ്പർച്യൂണിറ്റി ആണ്. ബാക്കി കിട്ടുന്ന ബെനിഫിറ്റ് ആണ്, ബാക്കി കിട്ടുന്ന ബോണസ് ആണ്. ടൈറ്റിൽ വിന്നർ ആണെങ്കിലും റണ്ണറപ്പ് ആണെങ്കിലും ഈവൻ ഫസ്റ്റ് വീക്ക് എവിക്റ്റ് ആണെങ്കിലും എല്ലാം ഒരു ബോണസ് കിട്ടുന്നതെല്ലാം സന്തോഷം. ഞാൻ എന്ന പേഴ്സണാലിറ്റി എന്താണെന്ന് എനിക്ക് ഞാൻ കാണിച്ചു. ഞാനതാണ് എനിക്ക് പുറത്തെങ്ങനെ സെയിം തന്നെ ഗെയിമിന് വേണ്ടി ഞാൻ മാറ്റാനോ അല്ലെങ്കിൽ ഒന്നും നിന്നിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നിന്നു. അതിലിപ്പം 100% നിന്നോ ഇല്ലയോ അത് ജനങ്ങളാണ് തീരുമാനിക്കും. ഞാൻ എന്റെ എഫേർട്ട് മൊത്തം ഇട്ടു. അതിപ്പം അതിന്റെ ആയിരിക്കും 100 ദിവസം നിന്നത്. വിന്നിംഗ് ഓർ ലൂസിംഗ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. സോ ഐ എം വെരി ഹാപ്പി ബ്രോ. ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചേട്ടനും ശ്രീതും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇനി നമുക്ക് അത്തരത്തിലെ സ്ക്രീനിലോ അല്ലെങ്കിൽ അറിയില്ല, ഡെസ്റ്റിനി ബെസ്റ്റ് ഫ്രണ്ട്. സോ ഡെസ്റ്റിനി എനിക്ക് അറിയില്ല. ഇപ്പം മുമ്പോട്ടുള്ള ഉറപ്പായിട്ട് നമ്മൾ ഒരുമിച്ച് വാക്കുകയായിരിക്കും. അറിയില്ല. ഇല്ല, ഞാൻ ഒബ്സർവ് ചെയ്തില്ല. എല്ലാവരും ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നോറ കിട്ടുന്നതിനും കൈ നിട്ടു. പിന്നെ കൈ നിട്ടപ്പത്തിന് ടിപ്പിക്കൽ നോറയായ ശരിയാവില്ല. മിക്ക ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ ഇട്ടാലേ ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എക്സ്ട്രാ കൈ നിട്ടു. എനർജി കയറുന്ന ചെയ്യുന്നത് വലിയ സംഭവം നല്ല ചെറിയതായിട്ട് ചെയ്തേ ഉള്ളൂ. അതിപ്പോ ഇങ്ങനെ ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജാസ്മിൻ തേടായി പോയല്ലോ, അതിനെ എങ്ങനെ നോക്കി കാണാം? ഇല്ല, എനിക്ക് ഇതിനെ പറ്റി എന്റെ ഫോൺ വരെ ഓഫാണ്. എനിക്ക് ഒരു കാര്യമായിരുന്നു. വീട്ടിലേക്ക് പോലും വിളിച്ചില്ല. വീട്ടിലേക്ക് ഒരു പ്രാവശ്യം വേറെ ഫോണിൽ വിളിച്ചു. അപ്പൊ ജാസ്മിന്റെ എനിക്കറിയില്ല പുറത്തെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്, വണ്ടി കാണുന്നത്, നിങ്ങളെ കാണുന്നത്, വേറൊരു കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ജാസ്മിന്റെ എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന എനിക്ക് കിട്ടും. എനിക്കറിയില്ല, ഓരോരുത്തർ ഡെസ്റ്റിനി. അപ്പൊ അവരെല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ജിന്ന ചേട്ടനാണ് എല്ലാവരും. എനിക്ക് ഈ 25-24 പേർക്കും എനിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ അവിടെ ആര് വ്യക്തി ആയ പോലെ എനിക്കൊരു ഇമോഷണലി ബോണ്ട് ഉണ്ടായിരുന്നു. സോ എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന കിട്ടി. അർജുന പെൺവേഷം അതാണ് ഈ അവസാന നിമിഷങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നത് തന്നെയായിരുന്നു. പെൺവേഷം കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു?
അല്ല ലൈക്ക് ഇപ്പം ഞാൻ ഒരു ആക്ടർ ആവണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളെ എനിക്ക് കിട്ടുന്ന സാധനം എന്തായാലും ഞാൻ മാക്സിമം ചെയ്തു. പെണ്ണാണെങ്കിലും ജെൻഡർ നോക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന ക്യാരക്ടർ അതിലിപ്പം വേറെ എനിക്ക് തരുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ വേറെ പോവാനല്ലേ ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന ആക്ടിങ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഷോക്കേസ് ചെയ്യാം. കാരണം എനിക്ക് കുറെ ഓഡീഷൻസ് ഒക്കെ പോയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഈ ഷോക്കേസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഞാൻ മാക്സിമം യൂസ് ചെയ്തില്ല. എന്റെ USP എന്താണ് സെല്ല് ചെയ്യും. സോ സെല്ല് ചെയ്തു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടി ഇനി മുമ്പോട്ട് പോകുമ്പോൾ കിട്ടുമായിരിക്കും, കിട്ടില്ലായിരിക്കും. ബട്ട് ടിൽ നൗ ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ്. കപ്പടിച്ചതിൽ ഹാപ്പിയാണ്. പുള്ളിക്കാരൻ എഫേർട്ട് ഞാൻ കാണുന്നല്ലോ ഈ പണ്ട് തൊട്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതുപോലെ തന്നെ നിന്നുള്ളൂ. ലൈക്ക് ജിൻഡോ ചേട്ടന്റെ എഫേർട്ടിൽ അപ്രീഷിയേറ്റബിൾ എല്ലാവരും എഫേർട്ട് ഈ വൈൽഡ് കാർഡ് എല്ലാവരും എഫേർട്ട് ഈവൻ ക്രൂ എഫേർട്ട് മാറ്റേഴ്സ് ബ്രോ. താങ്ക് യു സോ മച്ച്. ഹാവ് യു സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ.